കുറേ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര പൈസ നമുക്ക് ഉണ്ടാക്കണം എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു ക്ലാരിറ്റിയിൽ തുടങ്ങാനാണ് പറയണത്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെങ്ങനെ നമുക്കൊരു റദർ ദാൻ ഒരു ഹാവിങ് എ വെയ്ഗ് ഡ്രീമിനേക്കാളും നമുക്ക് ഇന്ന എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ, അതാണ് നമുക്ക് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയ എക്സ്പീരിയൻസ് ഉണ്ടാവാം. അതേപോലെ ഒന്നായിട്ട് നമ്മൾ ഈ ഫൈനാൻസിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാന്നാണ്. നമ്മളിവിടെ എഴുതി വെക്കുകയും ചെയ്യണം. അതെ, നമ്മളത് ആ ഒരു പ്ലാനായിട്ട് മാത്രം ഇരുന്നാൽ പോരാ. വി ഷുഡ് നമ്മളത് എവിടെയെങ്കിലും ക്ലിയർലി ഡോക്യുമെന്റ് ചെയ്യണം. എന്നിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാനത് അച്ചീവ് ചെയ്യുന്നു ഡോക്യുമെന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മൾ അതിലേക്കുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഫെയിലായി പോകുന്നതും ഒരു പരിധിയിലൊന്നും അറിയാതെ ഫെയിലായി പോകുന്നത് അതാണ്. നമുക്ക് ബാക്കി എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ പഠിക്കുവാണ്, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു വീട് പണിയണം എന്നൊക്കെയുള്ള ഒരു അത്. പക്ഷേ നമ്മൾക്ക് വെൽത്തി ആവണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ലൈഫിൽ ഫ്രീഡം വേണം എന്നുള്ള ചിന്തയിൽ പൈസ വേണമെന്ന് ചിന്തിക്കുമ്പോൾ എത്ര വേണമെന്ന് ആർക്കും അറിയത്തില്ല. അത് ഒരു പരിധി വരെ സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ലാത്തതിൻ്റെ കാര്യങ്ങളെ ആയിരിക്കാം.